ഇന്നിപ്പോൾ എനിക്കൊരു സ്ഥലത്തേക്ക് പോകണം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ജസ്റ്റ് രാജീവേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞത്, രാജീവേട്ടാ ഞാൻ നാളെ ഇങ്ങോട്ട് പോകുന്നുണ്ട്, അവിടുത്തെ കംപ്ലീറ്റ് ബുക്ക് എനിക്ക്. ദിസ് ഗൈസ് ഓൾമോസ്റ്റ് സിമിലർ ലൈക്ക് എൻ്റെ ഗേൾ ഫ്രണ്ട്. കാരണം ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ട് അടുത്ത് പോലും ഇത്രയും സംസാരിച്ചിട്ടില്ല. പോരുന്നോ എൻ്റെ കൂടെ? മോൾഡീവ്സ് എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷൻ പല ആൾക്കാരും മാർക്കറ്റ് ചെയ്യുന്നത് ഈസ് ഇൻ എ റോങ് വേ. ഞാൻ അങ്ങനെ ആലോചിക്കരുത്, എങ്ങനെ ഈ 30,000 മാൽദീവ്സ് പോയി വരാൻ പറ്റുന്നത്? മോൾഡീവ്സ് പോയി വരാം, പക്ഷെ മാൽദീവ്സ് കാണാൻ പറ്റില്ല. ഗാംബ്ലിങ്ങിന് തന്നെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് എത്രയോ പേര് പോകുന്നുണ്ട് ശ്രീലങ്കയിൽ. ഗോവ മാത്രമല്ല, അല്ലല്ല, ഗോവയിലെക്കാട്ടും കൂടുതൽ ശ്രീലങ്കയിലേക്കാണ് കേരളത്തിൽ നിന്ന് പോകുന്നത് ആളുകൾ. നമ്മുടെ ഇവിടുത്തെ തൃശ്ശൂർക്കാരൊക്കെ അവിടെ പോയിട്ടൊന്ന് കാണുന്നത് നമ്മൾ പണ്ട് മുതൽ ലൈൻ കിങ്ങിൽ കണ്ടിട്ടുള്ള ഒരു ഫ്രെയിമാണ്. അതിലൊന്നും റിയാലിറ്റിയിൽ കാണും. ഐ വുഡ് സേ ലൈക്ക് ഇറ്റ്സ് എ ഫോട്ടോഗ്രാഫേഴ്സ് പാരഡൈസ്. സാങ്ച്വറിന്റെ അകത്ത് ലാൻഡ് ചെയ്യാം. ജുറാസിക് പാർക്കിൽ അതെ, അതിനകത്ത് ലാൻഡ് ചെയ്യാം. എന്താണ് തായ്ലൻഡിലെ ഈ യോട്ട് പാർട്ടി അല്ലേ? അതെന്താ ഞങ്ങളൊരു ബോയ്സ് ട്രിപ്പായിട്ട് പോയാലോ? വാട്ട് ഇസ് യുവർ അഭിപ്രായം? അന്റാർട്ടിക്ക എന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ് കുറേ മോഹിപ്പിച്ചു പുള്ളി. സമ്മറിൽ പോയിട്ട് കാര്യമില്ല, ബിക്കോസ് ഡേ ടൈം കൂടുതലാണ്. ഡേ ടൈം കുറവാകുമ്പോഴാണ് നോർത്തേൺ ലൈറ്റ്സ് വ്യൂ കുറച്ചുകൂടെ കൂടുതൽ കിട്ടുക. എൻഡ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത് that is one of the fantastic thing in Antarctica. ഹായ്, നമസ്കാരം. എഗെയിൻ വീണ്ടും ഒരു സ്റ്റോറി ടെല്ലിംഗ് ഒരു സെഷനായിട്ട് വന്നിരിക്കുക. ഓരോ സ്റ്റോറി ടെല്ലിങ്ങിലും നമ്മൾ വരുമ്പോൾ ഓരോരോ പുതിയ കഥകളും ഓരോരോ പഴയ കഥകളെ നമ്മൾ വീണ്ടും റിവൈൻഡ് അടിച്ചാൽ പറയാറുള്ളത്. ഇന്ന് ഞാൻ പറയുന്നതൊരു കൊറോണയ്ക്കൊക്കെ മുമ്പ് 2019 അവിചാരിതമായി എൻ്റെ ഫോണിലേക്ക് വന്ന ഒരാൾ, അയാളായിട്ടുള്ളൊരു ബന്ധം, അയാളായിട്ടുള്ള നീണ്ട 6 വർഷത്തെ ബന്ധത്തിൽ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ജീവിതത്തിലേക്കും എൻ്റെ ഓഫീസിലേക്കും കയറി വരുന്ന ഒരു സ്റ്റോറിയാണ്. ഭയങ്കര രസമാണ്, ഭയങ്കര ഒരു ഫണ്ണി സ്റ്റോറിയാണ്. ഒരാളായിട്ട് ഒരു 6 വർഷമായിട്ട് ഫോണിൽ മാത്രം കണ്ടിട്ടുള്ളൊരു വ്യക്തി. ഐ മീൻ നേരിട്ട് കണ്ടിട്ടില്ല, ഫോണിൽ കൂടെ മാത്രം സംസാരിക്കുന്നു. വീഡിയോ കോൾ പോലും ചെയ്തിട്ടില്ല, കാരണം എനിക്ക് വാട്സപ്പില്ല, പുള്ളിക്ക് ഇൻസ്റ്റാഗ്രാമും ഇല്ല. വാവ്, അടിപൊളി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എക്സാക്ട്ലി എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 2019 കൊറോണയ്ക്ക് മുമ്പ് ഒരു മാൽദീവ്സിൻ്റെ ഒരു പ്രോജക്റ്റ് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, മാൽദീവ്സിലേക്ക് ഒരു ട്രിപ്പ്. മാൽദീവ്സിൽ പോയി അവിടുത്തെ എന്താ പറയുക, എനിക്ക് ഭയങ്കര അന്നൊരു വലിയൊരു നമ്മൾ പറയണില്ല, ഞാൻ അന്ന് അത്ര വലിയ, ഇന്നും അല്ല, അന്ന് അത്ര വലിയൊരു ഇൻസ്റ്റാഗ്രാം പേജും വലിയൊരു ഇൻഫ്ലുവൻസർ എന്ന് പറയാനുള്ള ഒരാളൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് നമ്മളെ കണ്ടിട്ടുള്ള ഒരു ബ്യൂട്ടി, അമ്മോടുള്ളൊരു ഇഷ്ടം, എന്നോടുള്ളൊരു ഇഷ്ടം കൊണ്ട് പുള്ളി അന്ന് തന്നിട്ടുള്ളൊരു ഓഫറുകളാണ് എൻ്റെ ചെവിയിൽ ഇപ്പോഴും നിൽക്കുന്ന കാര്യങ്ങളാണ്. ശരത്തേട്ടൻ അവിടെ മാൽദീവ്സിലെ എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ നിങ്ങളെ റിസീവ് ചെയ്യാൻ വണ്ടി ഉണ്ടാവും. ഞാൻ ആലോചിച്ചു, അത് കൊള്ളാമല്ലോ, മോഡിയുടെ പോലെ ഇരിക്കുമല്ലോ. അതായത് സ്റ്റെപ്പ് ഇറങ്ങി എയർപോർട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ഇമിഗ്രേഷൻ പോലും ഇല്ലാണ്ട് എക്സിറ്റ് ചെയ്യാവുന്ന വലിയൊരു VIP ട്രീറ്റ്മെൻറ്റ് എന്നുള്ള പോലെ. അതേപോലെ അവിടുത്തെ മിനിസ്ട്രി ആയിട്ടുള്ളൊരു മീറ്റിംഗ്, അവിടുത്തെ മിനിസ്റ്ററെ കാണുന്നു, മാൽദീവ്സിൻ്റെ എല്ലാ ബ്യൂട്ടിയും എല്ലാ പ്രോപ്സ് ആൻഡ് കോൺസ് ഓഫ് മാൽദീവ്സ്, അല്ലെങ്കിൽ മാൽദീവ്സിൽ എന്തൊക്കെ കണ്ടിരിക്കണം എന്നുള്ളതിൻ്റെ എല്ലാ ബ്യൂട്ടിയും കാണുന്ന ഒരു ക്യാമ്പയിൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗവൺമെൻറ് പ്രോജക്റ്റായിരുന്നു. ഒരു ടൂറിസം റിലേറ്റഡ് ഒരു ഇൻഫ്ലുവൻസർ ക്യാമ്പയിൻ പോലത്തെ ഒരു പരിപാടിയായിരുന്നു അത്. അന്ന് ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ അതിന് മാത്രമൊക്കെ ഉണ്ടാ, ഇയാളിപ്പോൾ ഇനി ഞാൻ ചെന്നിട്ട് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നിയാലോ. എനിക്ക് ഭയങ്കര പേടി, കാരണം ആളെന്നോട് പറയുന്നത് എയർപോർട്ടിൽ ഫ്രണ്ടിൽ വണ്ടി വരുന്നു, മിനിസ്റ്റർ കാണാൻ വരുന്നു, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടിയിൽ, ലൈറ്റ് വെച്ച വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഫുൾ അങ്ങനത്തെ ഒരു ഫ്ലാഷി ഒരു VVIP സെഗ്മെൻറ്റാണ് പുള്ളി പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അതിനുവേണ്ടി പുള്ളി വിളിക്കുന്നു, ഞങ്ങൾ സംസാരിക്കുന്നു, ഞങ്ങൾ ലോങ് ഡിസ്കഷൻസ്. ഞാൻ ആ ട്രിപ്പ് പോകാൻ പറ്റിയില്ല, പിന്നെ അതിന് ശേഷം കൊറോണ വന്നു. അപ്പോൾ കുറച്ച് കാലം പിന്നെ ഞങ്ങൾ സെറ്റിലായി. എഗെയിൻ ഒരു 2021 പുള്ളി എന്നെ വീണ്ടും വിളിക്കുന്നു. 2021 ശേഷം ഞാനും ആളും നമ്മളൊരു ആത്മബന്ധത്തിലേക്ക് കടന്നു. പുള്ളിയുടെ കുറേ പേഴ്സണൽ തിങ്സിലേക്ക് പോയി, പുള്ളിയുടെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. ഞാനിങ്ങനെ പുള്ളിയോട് പറയും, ചേട്ടാ 1 മണിക്കൂറായി, നിങ്ങൾ പെൺകുട്ടിയൊന്നുമല്ലല്ലോ, ഞാൻ നിങ്ങളോട് 1 മണിക്കൂർ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് വെക്കുക. 1 മണി 2 മണി നേരത്തേക്ക് ഇങ്ങനെ ഫോൺ ചെയ്യുക. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പേര് സേവ് ചെയ്തിരിക്കുന്നത് തന്നെ രാജീവ് മാൽദീവ്സ് എംബസി എന്നാണ് സേവ് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ കുറേ ഡിസ്കഷൻസ്. അത് കഴിഞ്ഞ് പുള്ളി ശ്രീലങ്ക പറഞ്ഞു, ശ്രീലങ്കയിലേക്ക് ഒരു ദിവസം വരൂ, ഞങ്ങളുടെ ഗസ്റ്റ് ആവൂ, ഞങ്ങളുടെ ഒപ്പം. അപ്പോൾ ഇദ്ദേഹം വിളിക്കുമ്പോൾ ഒരു കമ്പനി, ഐ മീൻ ഒരു കൺട്രിയെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് വിളിക്കുന്നത്, അല്ലാണ്ട് ഒരു കമ്പനിയോ ഇന്ന കമ്പനി ത്രൂ അല്ലെങ്കിൽ ഇന്ന ആളുടെ ബ്രാൻഡോ അല്ലെങ്കിൽ ആളന്ന് വർക്ക് ചെയ്തിരുന്ന കമ്പനിയുടെ പേരോ ഒന്നും വേണ്ട. ഹി ജസ്റ്റ് വോണ്ട്
ഐ തിങ്ക് മോർ ദാൻ മീ അമ്മ ഹാസ് ടു വിസിറ്റ് ദാറ്റ് പ്ലേസ്. അതായിരുന്നു പുള്ളിയുടെ ഒരു കോർ തിങ്. എനിക്കറിയാം പുള്ളി അത് ചെയ്യുന്നത് ഔട്ട് ഓഫ് ലവ് ആണ്, അല്ലാണ്ട് അന്ന് എൻ്റെ കയ്യിൽ അത്ര വലിയൊരു, ഇന്നുമില്ല അത്ര വലിയൊരു ഇൻസ്റ്റാഗ്രാം പേജും വലിയ മില്യൺസ് വ്യൂ ഉള്ള സാധനമൊന്നും അല്ല ഞാനന്ന്. ഇന്നും അല്ല കേട്ടോ, അഗെയിൻ വീണ്ടും എടുത്ത് പറയുന്നു. അപ്പോൾ രാമായൺ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട്, രാമായൺ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ശ്രീലങ്കയിലെ ഫുൾ പാറ്റേൺ കാണുന്നു, ശ്രീലങ്ക ഫുള്ള് കാണുന്നു, മറ്റേ വെയിൽ വാച്ചിങ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറയുന്നു. അങ്ങനെ 2022 കഴിഞ്ഞു, ഞാൻ പോയില്ല. 2023 ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശരത്തേട്ടാ ഒരു കെനിയ ട്രിപ്പ് വിട്ടാലോ നമുക്ക്, കെനിയയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു മസൈമാരെ ആണെങ്കിൽ ഞാൻ ആലോചിക്കാം, എനിക്ക് ആഗ്രഹമുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ നമുക്കൊരു മസൈമാരെ പോകാമെന്ന്. എഗെയിൻ എൻ്റെ മടിയും സമയവും എനിക്ക് കറക്റ്റ് വരാത്ത കാരണം ഇങ്ങനെ ലാഗടിച്ച് 2026 ആയിട്ടാണ് നമ്മളിന്ന് 2026 ഏപ്രിലാണ് നമ്മളിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഇതേപോലൊരു കെനിയ ട്രിപ്പിൻ്റെയും കാര്യങ്ങളുടെയും ഡിസ്കഷനായിട്ട് ആദ്യമായിട്ട് 6 വർഷത്തിന് ശേഷം ഞാൻ ഇദ്ദേഹത്തെ എൻ്റെ വീട്ടിൽ വെച്ച് കാണുക. ഇതിൻ്റെ ഇടയിൽ ഞാൻ ആളായിട്ടൊന്ന് പിണങ്ങി. കാരണം എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ ഒരു ദിവസം രാവിലെ ആൾ നടന്നുപോയി. അപ്പോൾ അമ്മ ചെടി നനയ്ക്കണ കണ്ടു. എന്നിട്ടും ആൾ വീട്ടിലേക്ക് വന്നില്ല, കയറി കണ്ടില്ല. ആളതിനൊരു എക്സ്ക്യൂസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടില്ലല്ലോ കാണാൻ, പിന്നെ എങ്ങനെയാണ് ഞാൻ വരികയെന്ന് ചോദിച്ചു. അപ്പോയിൻമെൻ്റ് എടുക്കണ ബന്ധത്തേക്കാൾ നമ്മൾ കടന്നുപോയി. ആളുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി, കംപ്ലീറ്റ് ആൾ ജനിച്ചത് മുതൽ ഇന്നത്തെ വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും പറയുന്നതാണ്. പക്ഷേ മേ ബി ഔട്ട് ഓഫ് റെസ്പെക്റ്റ്, അല്ലെങ്കിൽ ആൾക്കന്ന് കയറാൻ സമയമില്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ പുള്ളി അതിനൊരു എക്സ്ക്യൂസ് പറഞ്ഞു, ഞാനൊരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഞാൻ പറയുന്ന ആളെ സൈഡിലിരുത്തിയിട്ടാണ്, അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, ആൾ ഫ്രെയിമിലുണ്ട്. അങ്ങനെ വീണ്ടും ഒരു 1.5-2 months ബാക്ക് ഞാൻ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, പോരുന്നോ എൻ്റെ കൂടെ? കാരണം പുള്ളിയുടെ ഈ ട്രാവൽ ഇൻഡസ്ട്രിയിലുള്ള ഒരു നോളേജ് ഇസ് ഹ്യൂജ്. അതായത് എനിക്ക് പോലും ഇല്ല എന്ന് പറയാൻ ഞാൻ അത്ര നോളേജുള്ള ആളല്ല, ഞാൻ വെറുതെ കറങ്ങാൻ പോണ ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ട്രാവൽ ഇൻഡസ്ട്രിയിലുള്ള നോളേജ് പാസ്റ്റ് 20 years ആയിട്ട് ഈ ഇൻഡസ്ട്രിയിലുണ്ട്. പല കൺട്രികളും, പല കൺട്രിയിലെ എംബസികളും, പല റിസോർട്ട്സും, എല്ലാമായിട്ട് ഭയങ്കര ഡീപ്പ് കണക്ഷനുള്ള. ഞാൻ ഇന്നിപ്പോൾ എനിക്കൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ജസ്റ്റ് രാജീവേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞാൽ, രാജീവേട്ടാ ഞാൻ നാളെ ഇങ്ങോട്ട് പോകുന്നുണ്ട്, അവിടുത്തെ കംപ്ലീറ്റ് ബുക്ക്ഡാണ്. എനിക്ക് അറിയുക പോലും വേണ്ട, ഞാൻ എന്താ പറയുക, ഞാൻ ചോദിക്കുക പോലും വേണ്ട. എൻ്റെ ഒരു സ്പെക്കിൽ എൻ്റെ ഒരു ആവശ്യമുള്ള രീതിയിൽ ആളെല്ലാം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഇൻക്ലൂഡിങ് കാറ് തൊട്ട്, ഞാൻ താമസിക്കുന്ന സ്ഥലം തൊട്ട്, അവിടുന്ന് അവിടെ പോയി എന്തൊക്കെ കാണണം എന്നുള്ളത് കംപ്ലീറ്റ് ബ്രീഫ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഈ പ്രാവശ്യം ചെന്നൈ പോയപ്പോൾ ഞാൻ അറിഞ്ഞ പോലും ഇല്ല ഞാൻ ചെന്നൈ പോയതും, ഞാൻ ചെന്നൈ പോയി എന്തൊക്കെ ചെയ്തു എന്നുള്ളതും. ഞാൻ ഈ പ്രാവശ്യം ചെന്നൈ പോയപ്പോൾ മറ്റേ ബേർഡ്സ് വാച്ച് ചെയ്യണ സ്ഥലം, പാരറ്റ് വാച്ച് ചെയ്യണ സ്ഥലത്ത് പോയിരുന്നു. പുള്ളി അവിടെ പുള്ളിയോട് വിളിച്ച് പറഞ്ഞ് അപ്പോയിൻമെൻ്റ് എടുത്ത് വെച്ച് ആളെ ഫിക്സ് ചെയ്ത് ആളെ ടൈം വെച്ച്. അപ്പോഴും ഞാൻ മറന്നു, പക്ഷേ എൻ്റെ ക്യാബ് വന്ന് ഈ ടൈമിലാണ് അങ്ങോട്ട് പോകേണ്ടതെന്നുള്ള ക്യാബ് റെഡി മുമ്പിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ നമുക്കൊരു സിസ്റ്റം ഉണ്ടാക്കി തന്നു പുള്ളി. കാരണം എന്താണെന്ന് വെച്ചാൽ ആൾ വർക്ക് ചെയ്തിരുന്നത് ആ ഒരു പാറ്റേണിലാണ്. ഇത്രയും ഒരു 5 minute ഇൻട്രോ ഞാനൊരാളെക്കുറിച്ച് പറയണമെങ്കിൽ അയാൾ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ ഒരു 1.5 മാസം മുമ്പ് ഞാൻ പുള്ളിയോട് ചോദിച്ചു, പോരുന്നോ എൻ്റെ കൂടെ, ഞങ്ങളുടെ കമ്പനിയിൽ വരുമോ? അതായത് ഞാൻ പുള്ളി ഒരു സ്റ്റാഫായിട്ടോ പുള്ളി ഒരു GM ആയിട്ടോ മാനേജറായിട്ടോ അല്ല വെച്ചിട്ടുള്ളത്. ഞാൻ എന്നെ തന്നെ റീപ്ലേസ് ചെയ്തൊക്കെയ. എനിക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ പുള്ളിക്ക് എൻ്റെ ഈ കമ്പനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റും, ലൈക്ക് സ്കൈ ഹോളിഡേയ്സിന് വേണ്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാജീവേട്ടൻ നിൽക്കുന്നത് ശരത്തായിട്ടാണ് നിൽക്കുന്നത്. അതിൽ അമ്മയില്ല എന്നുള്ളൂ, ബാക്കിയൊക്കെ ആൾ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ചെയ്യുന്ന എല്ലാ അതായത് ഈ ഔട്ട് ഓഫ് പ്രൊമോഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞു കൊടുക്കും. പക്ഷേ എൻ്റെ കമ്പനിയുടെ ഹോൾ ബാക്ക് എൻഡ് നിന്ന് ഹാൻഡിൽ ചെയ്യുന്നത് ഇദ്ദേഹം. അപ്പോൾ എന്താ പറയുക, ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയിൽ ഇത്രയും കുറേ കാലം 20 years ഓഫ് എക്സ്പീരിയൻസ് വെച്ച് വർക്ക് ചെയ്ത് ഏതൊരു കൺട്രി നിങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞോ, ഇന്ന് അതെനിക്ക് സെറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഭയങ്കര ഈസി എന്ന് പറഞ്ഞാൽ വിത്തിൻ 1, 2, 3 എനിക്ക് നിങ്ങൾക്ക് ഐറ്റിനറി തരാം, എനിക്ക് നിങ്ങൾക്ക് എങ്ങടാ പോകേണ്ടത്, എന്ത് പാക്കേജ് വേണം, എന്ത് ബഡ്ജറ്റ് വേണം, എവറിത്തിങ് ഈസ് ഈസി ഫോർ മീ ബിക്കോസ് ഐ ഹാവ് എ സ്ട്രോങ് ബാക്ക് എൻഡ്, വെരി ഈസി. അപ്പോൾ ഇത്രയും പറഞ്ഞതിന് ശേഷം നമുക്ക് രാജീവേട്ടൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ ഇത്ര നേരം തന്നത്. ഇയാൾ ഭയങ്കര ഹമ്പിളും ഭയങ്കര മോഡസ്റ്റായ കാരണം പറയും ശരത്തേട്ടൻ പറഞ്ഞതൊക്കെ വെറുതെ ആണെന്നുള്ളത്, അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ പറയാൻ വരുന്നത്? അപ്പോൾ ഇതാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്ന പുള്ളി. രാജീവേട്ടാ, ഞാൻ ഈ പറഞ്ഞതൊന്നും വെറുതെ പറഞ്ഞതല്ല. നമ്മൾ ഇത്ര കാലമായിട്ടുള്ള ബന്ധമാണ്, നമ്മൾ 6 വർഷം നമ്മൾ കണ്ടിട്ടില്ല, അല്ലേ? നമ്മളൊരു ഫോണിൽ മാത്രം ടെലിഫോണിക് കോൺവെർസേഷനിൽ
കുറേ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് കാണാം, നാളെ കാണാം, മറ്റന്നാൾ കാണാം എന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്ന് നിങ്ങൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരുപാട് ട്രിപ്സ് തന്നിട്ടുണ്ട്. ഒരുപാട്, ഒന്നും രണ്ട്, ഞാൻ ഇപ്പോൾ ഒരു 3 പറഞ്ഞുള്ളൂ. പക്ഷെ അതിനെ വിട്ടും നിങ്ങൾ ഒരുപാട് പാക്കേജസ് എൻ്റെ അടുത്ത് ഒരു രൂപ പോലും ചിലവില്ലാത്ത രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ചിലതിന് ഇങ്ങോട്ടും കാശ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ചെയ്തില്ല അന്ന്. ലൈക്ക് എൻ്റെ സമയവും നിങ്ങൾ പറഞ്ഞ സമയത്തൊന്നും എനിക്ക് പറ്റാത്ത കാരണം കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ഇൻ്റർനാഷണൽ മാത്രം പിടിച്ചാൽ മതി കേട്ടോ. ഇനി ഞാൻ ലോക്കൽ അങ്ങനെ അടിക്കുന്നില്ല. ഉണ്ടാവുമ്പോ അവനോട് പറയണ്ട കേട്ടോ, എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ശരിയാക്കാം. ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അത് ശരിയാ, ഇത്രയും ഓഫേഴ്സ് പുള്ളി തന്ന എന്നിട്ടും നമ്മൾ പോയില്ല. അപ്പം രാജേട്ടാ, ടെൽ മീ, ഈ ഇൻഡസ്ട്രിയിൽ നിങ്ങളുടെ ഒരു ഐഡിയ, നിങ്ങൾ ഇത്രയും വർഷം ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു. ടെൽ മീ യുവർ എക്സ്പീരിയൻസ് അബൌട്ട് ട്രാവൽ ഇൻഡസ്ട്രി. ടോട്ടൽ ഒരു 20 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് ഇൻഡസ്ട്രിയിൽ. ഇപ്പം റൈറ്റ് ഫ്രം പല ആൾക്കാർക്കും ഒരു സ്പെസിഫിക് ഫീൽഡായിരിക്കും ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, സെയിൽസ് എക്സിക്യൂട്ടീവ് തുടങ്ങുന്ന ആൾക്കാർ ദേ മൈറ്റ് എൻഡ് അപ്പ് ആസ് എ ഡയറക്ടർ ഓഫ് സെയിൽസ് അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റ് സെയിൽസ്. അതാണ് അവരുടെ എക്സ്പീരിയൻസ് സെയിൽസിൽ. ഓപ്പറേഷൻസ് തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഈ മൈറ്റ് ബി എ GM അല്ലെങ്കിൽ ആ ഒരു ലെവലിലായിരിക്കും. ബട്ട് ഐ സ്റ്റാർട്ടഡ് വിത്ത് എയർലൈൻസ്. ഇതൊരു സ്വപ്നം ലുഫ്താൻസയിൽ വർക്ക് ചെയ്യണമെന്നായിരുന്നു. അങ്ങനെയായിരുന്നു സ്വപ്നം. അത് അയാളുടെ MBA എടുത്തിട്ട് ഐ സ്റ്റാർട്ടഡ് വിത്ത് എയർലൈൻസ്. ഒരു 1 ഇയർ എയർലൈൻസിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ട്രാവൽ ഫീൽഡിലേക്ക് വന്നേക്കുന്നത്. ആൻഡ് ട്രാവൽ ഫീൽഡ് ഐ സ്റ്റാർട്ടഡ് വിത്ത് ബിർള ഗ്രൂപ്പിൻ്റെ കൂടെ. ഒരു ഇന്ത്യൻ ട്രാവൽസ് എന്ന് പറഞ്ഞ ബാംഗ്ലൂർ ഒരു കമ്പനി ഉണ്ടായിരുന്നു, അവരുടെ കൂടെ. ദെൻ ഒരു ഹോളിഡേ ബ്ലിസ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിരുന്നു. ദാറ്റ് വാസ് ലോങ് ബാക്ക്. അതും ഒരു കേരള DMC. പിന്നെ കേരളത്തിലോട്ട് വന്നു, ഒരു റിസോർട്ടിൽ വർക്ക് ചെയ്തു ആസ് എ സെയിൽസ് മാനേജർ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെയും ബാക്ക് ടു ട്രാവൽ ഫീൽഡിലേക്ക് തന്നെ പോയി. ബട്ട് വീട്ടിൽ കുറച്ച് കോർപ്പറേറ്റ്സൊക്കെ ചെയ്തു. ഞങ്ങൾ മൈസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ബേസിക്കലി എല്ലാം ഇൻബൗണ്ട് ടൂർസാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അറബ്സിൻ്റെ കുറച്ച് ചെയ്തു, പിന്നെ യൂറോപ്യൻസിൻ്റെ കുറച്ച് ടൂർ ചെയ്തു. ബട്ട് ഔട്ട്ബൗണ്ട് ഉണ്ടായിരുന്നില്ല, പ്യുവർലി ഇൻബൗണ്ട് ആയിരുന്നു. ദെൻ ഐ സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ. സ്റ്റാർട്ട് ഓഫ് ആസ് എ GM. അതിരപ്പള്ളി റിസോർട്ടിൻ്റെ GM ആയിരുന്നു, റെയിൻ ഫോറസ്റ്റിൻ്റെ. പിന്നെ പർക്കാട്ടിലുണ്ടായിരുന്നു. പിന്നെ ഒലീവ് ഡൗൺ ടൗണിൻ്റെ സെയിൽസ് ഹെഡായിരുന്നു, ലോങ് ബാക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും DMCയിലേക്ക് തന്നെ ജോയിൻ ചെയ്തു, DMC Maldives. ഐ വാസ് ദെയർ ഫോർ അറൗണ്ട് 8 to 9 years, റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് ദ കമ്പനി. അപ്പം എല്ലാത്തിനേക്കാളും കൂടുതൽ മാൾഡീവ്സ് ആണ് ഞാൻ ചെയ്തത്. മാൾഡീവ്സ് ആണ് നിങ്ങളുടെ ഒരു കോർ ഏരിയ അല്ലേ? അപ്പോൾ ഓക്കെ, ടെൽ മീ അബൌട്ട് മാൾഡീവ്സ്. കാരണം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങളൊരു അറ്റ്ലീസ്റ്റ് ഒരു 5 times എങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ മാസം പോകാൻ പറ്റുമോ, അടുത്ത മാസം പോകാൻ പറ്റുമോ അല്ലേ? അപ്പോൾ എപ്പോഴും മാൾഡീവ്സിലേക്ക് പറഞ്ഞു വിടാൻ യു ഹാവ് എ ത്രൈവ്, ഒരു എനർജി ടു സെൻഡ് ഓഫ് ടു മാൾഡീവ്സ്. വൈ? മാൾഡീവ്സ് ഫസ്റ്റ് ഓഫ് ഓൾ മാൾഡീവ്സ് ഇസ് എ ഇയർ റൗണ്ട് ഡെസ്റ്റിനേഷൻ. സെക്കൻഡ്ലി, മാൾഡീവ്സ് എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷൻ പല ആൾക്കാരും മാർക്കറ്റ് ചെയ്യുന്നത് ഈസ് ഇൻ എ റോങ് വേ. ആൾക്കാർ 50,000 രൂപയ്ക്ക് മാൾഡീവ്സ് പോയി വരാം. അതും ഇറ്റ്സ് വെരി ചീപ്പർ എന്നുള്ളൊരു ഫീൽ. ഇറ്റ്സ് വെരി ചീപ്പ്. മാൾഡീവ്സ് ഇസ് നോട്ട് ചീപ്പ് ആക്ച്വലി. അപ്പോൾ നമ്മൾ മാൾഡീവ്സ് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു നീഡ് ടു ഗോ ടു പ്രൈവറ്റ് ഐലൻഡ് റിസോർട്ട്സ്. എല്ലാ റിസോർട്ട്സും ഓരോ ഐലൻഡാണ്. പ്രൈവറ്റ് ഐലൻഡ് റിസോർട്ട്സ് ഉണ്ട്. So we call it private islands. So every resort is an island. അപ്പോൾ ഓരോ റിസോർട്ടും ഓരോ ഐലൻഡാണ്. അപ്പം അവിടെ നിങ്ങളല്ലാതെ ഔട്ട്സൈഡ് ഗസ്റ്റ് ഉണ്ടാവില്ല. സോ യു ഹാവ് മോർ പ്രൈവസി. അപ്പോൾ ഐലൻഡിൽ എവിടെയും നിങ്ങൾക്ക് പോകാം. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പ്രൈവറ്റ് ഐലൻഡ് റിസോർട്ട്സ് വിൽ ഹാവ് അറ്റ്ലീസ്റ്റ് ഒരു 5 to 6 സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ സ്റ്റാർ 5 star അല്ല, ഇറ്റ് സ്റ്റാർട്ട് ഫ്രം 4 star പ്രൈവറ്റ് ഐലൻഡ്. 3 star പ്രൈവറ്റ് എന്ന് പറയാനൊന്നും അങ്ങനെ ഇല്ല. പിന്നെ ചില പ്രൈവറ്റ് ഐലൻഡ് റിസോർട്ട്സ് വാട്ടർ വില്ലാസ് ഉണ്ടാവില്ല. സോ ദാറ്റ് യു ഗെറ്റ് ചീപ്പർ. ബട്ട് അഗെയിൻ ഒരു ഓഫ് സീസൺ എന്ന് പറയുന്നത് ഒരു May to August ആണ്, ബിക്കോസ് ഓഫ് മൺസൂൺ. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു 3 star കാറ്റഗറി പ്രൈവറ്റ് ഐലൻഡ് റിസോർട്ട്സിന് ഒരു കപ്പിളിന് അറ്റ്ലീസ്റ്റ് ഈവൻ ദാറ്റ് വിൽ കോസ്റ്റ് അറൗണ്ട് 80,000 rupees പെർ കപ്പിൾ. പക്ഷേ ആൾക്കാർ കേരളത്തിൽ കൂടുതലും സെല് ചെയ്യുന്ന 50,000 പോയി വരാം, 60,000. ഈ റീസെൻ്റ്ലി എന്തോ ഒരു പോസ്റ്റർ കണ്ടു ഓഫ് 30,000 ടു മാൾഡീവ്സ്. ഞാൻ അങ്ങനെ ആലോചിക്കരുത്, എങ്ങനെ ഈ 30,000 മാൾഡീവ്സ് പോയി വരാൻ പറ്റുന്നത്? മാൾഡീവ്സ് പോയി വരാം, പക്ഷേ മാൾഡീവ്സ് കാണാൻ പറ്റില്ല. മാൾഡീവ്സ് കാണാൻ പറ്റില്ല. നമ്മൾ ഈ ലോക്കൽ ടൂറിസ്റ്റും മാർക്കറ്റും ഒക്കെ കണ്ടു വരേണ്ടി വരും അവിടെ വരിക എന്നല്ല. പിന്നെ പ്രൈവറ്റ് ഐലൻഡിൽ കാണാനൊന്നുമില്ല. ഇറ്റ്സ് എ ലേറ്റ് ബാക്ക് പ്ലേസ് ആക്ച്വലി. അവിടെ പോവുക, കുറച്ച് ബുക്സ് വായിക്കുക, വാട്ടർ സ്പോർട്സ് ചെയ്യുക, എൻജോയ് ദ ഫുഡ്, എൻജോയ് യുവർ
പ്രൈവറ്റ് സ്പേസ്. പ്രൈവറ്റ് സ്പേസ്. അതാണ് മോൾഡീവ്സ് ബേസിക്കലി. യൂറോപ്യൻസ് വരുന്നത് നോക്കിയാൽ മതി. യൂറോപ്യൻസ് ഓൾവേസ് കം ബാക്ക് ടു ബാക്ക് സെയിം റിസോർട്ടിൽ അവർ വരിക. ദാറ്റ് ഫോർ ലോങ്ങർ സ്റ്റേസ്, 10 nights 14 nights അത്രയൊക്കെയാണ് യൂറോപ്യൻസ് വരിക. പിന്നെ അറബ്സ് വരുന്നത് ദാറ്റ്സ് ഓൾ ഫോർ ലോങ്ങർ നൈറ്റ്സ്. ഇന്ത്യൻസ് കൂടുതൽ പോകുന്നത് ഹണിമൂണാണ്. ഫോർ ഇന്ത്യൻസ് ഇറ്റ്സ് എ ഹണിമൂൺ ഡെസ്റ്റിനേഷൻ. ഒരു 3 nights ആണ് ബേസിക്കലി. പിന്നെ ഹയർ എൻഡ് ലൈൻസ് ലൈക്ക് സെലിബ്രിറ്റീസ് ആൻഡ് ഓൾ ഗോ. ലൈക്ക് ഫോർ എക്സാമ്പിൾ ദ റിറ്റ്സ് കാൾട്ടൺ, അങ്ങനെ കുറേ റിസോർട്ട്സ് ഉണ്ട്, ദ പ്രീമിയം റിസോർട്ട്സ്. അതാണ് സെലിബ്രിറ്റീസൊക്കെ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫേഴ്സ് ഇൻ മോൾഡീവ്സ്. നമ്മളീ പറയുന്ന മതി എയർപോർട്ടിലെത്തി നമ്മൾ വിസ ഓൺ അറൈവലാണ്, നമുക്ക് റിമൂവ എന്ന് പറയുന്ന ഒരു ഫോം രജിസ്റ്റർ ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. ദെൻ യു ഹാവ് യുവർ സ്പീഡ് ബോട്ട് വെയിറ്റിംഗ്, ദാറ്റ് ഈസ് വൺ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ. ചില റിസോർട്ട്സ് ഇറ്റ്സ് അറൌണ്ട് 15 to 20 minutes ഓഫ് ട്രാൻസ്ഫർ ആൻഡ് സം ടേക്സ് അറൌണ്ട് 1 hour. That's all maximum. But there are resorts which takes around 2.5 hours. പക്ഷേ അതേ റിസോർട്ടിന് യു ഹാവ് ഗോട്ട് ഓപ്ഷൻസ് ഓൾസോ. നമുക്ക് 1 way സീപ്ലെയിനിന് പോകാം. സീപ്ലെയിൻ ഈസ് വൺ ഓഫ് ദ എക്സ്പീരിയൻസ്. നമ്മുടെ ഇന്ത്യൻ്റെ അടുത്ത് സീപ്ലെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മസ്റ്റ് ഡു ആണ് മോൾഡീവ്സ് പോവുകയാണെങ്കിൽ. പല ആൾക്കാർ അത് മിസ് ചെയ്യും. പല സീപ്ലെയിൻ വരുമ്പോഴത്തേക്കും ഇറ്റ്സ് ഓൾ ലൈക്ക് ഒരു 5 star എബവ് റിസോർട്ട്സ് ആയിരിക്കും. സോ ദ റേറ്റ്സ് വിൽ ബി ഹൈ. സോ ദാറ്റ് ഒരു നോർമൽ ഒരു 3 nights നമ്മളിപ്പം വിത്ത് സീപ്ലെയിൻ ട്രാൻസ്ഫർ ആണ് ഓൾ ഇൻക്ലൂസീവ് ബേസിസ് ഒരു വാട്ടർ വില്ല വിത്ത് പൂൾ ആൻഡ് സ്ലൈഡ് എടുക്കുകയാണെങ്കിൽ ഓൺ ആൻഡ് ഓഫ് സീസൺ വിൽ കോസ്റ്റ് യു എനിവേ ബിറ്റ്വീൻ 2.5 to 3 lakhs per couple on a minimum basis. But that covers everything. നിങ്ങളുടെ മീൽസ്, ആൽക്കഹോളിക് ആൻഡ് നോൺ ആൽക്കഹോളിക് ബീവറേജസ്, വാട്ടർ സ്പോർട്സ് ആൻഡ് എവറിഥിങ്. പ്ലസ് യു ആർ സ്റ്റേയിങ് ഇൻ എ 3 nights വാട്ടർ വില്ല വിത്ത് പൂൾ ആൻഡ് സ്ലൈഡ്. സോ ദിസ് ആർ ഓൾ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ്. പിന്നെ അത് ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റിസോർട്ട് ഇൻ മാൾഡീവ്സ്. They have around 550+ rooms. And it's an island. It's an island. And which part of it? That's around south atoll ആണെന്ന് തോന്നുന്നു. But they have more than 10+ specialty restaurants also. ആൻഡ് ഇതിൻ്റെ സീപ്ലെയിൻ ട്രാൻസ്ഫർ ആണ്. ഇറ്റ് ടേക്സ് അറൌണ്ട് 30 to 40 minutes. വേറെ ട്രാൻസ്ഫേഴ്സ് ഒന്നുമില്ല അവിടത്തേക്ക്. സോ അങ്ങനത്തെ റിസോർട്ട്സ് ആണ് ശരിക്കും മോൾഡീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതല്ല മോൾഡീവ്സ്. മോൾഡീവ്സ് ഇവിടുന്ന് 30,000-40,000 മോൾഡീവ്സ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഫുഷി എന്ന് പറയുന്ന ഒരു ഐലൻഡ് പോകും. അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് യു ഹാവ് ടു ടേക്ക് എ സ്പീഡ് ബോട്ട്. ഇറ്റ് ടേക്സ് അറൌണ്ട് 40 minutes. യു റീച്ച് മാഫുഷി, യു ഗോ ടു എ സ്ട്രക്ചേർഡ് ഹോട്ടൽ. ഇറ്റ്സ് നോട്ട് എ റിസോർട്ട്. നോർമൽ നമ്മുടെ ഒരു ഹോട്ടൽ, ബോക്സ് ഷേപ്ഡ്, ചെറിയൊരു റൂം, വേറെ ഫുഡിൻ്റെ ബഫറ്റ് മെനു വിൽ ബി ലിമിറ്റഡ്. അങ്ങനെയുള്ള അതാണ് 40,000 30,000 ആൾക്കാർ പോയി വരുന്നത്. മാൾഡീവ്സ് പോയി എന്ന് പറയാം. ഒരു കൺട്രി ടിക്കുകയെന്നുള്ളൂ, അത്രയേ ഉള്ളൂ. ദാറ്റ്സ് നത്തിങ് ആക്ച്വലി. അങ്ങനെ പോവുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു ക്യാൻ ഗോ ടു ഗോവ, യു ക്യാൻ ഗോ ടു കാർവാർ. അങ്ങനത്തെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് അങ്ങനെ പോകാനുള്ളത്. സോ ദാറ്റ് മേക്സ് എ മോൾഡീവ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള. പിന്നെ ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന മോസ്റ്റ്ലി ഇറ്റ്സ് ദ മന്ത് ഓഫ് June to August because the rates are low. Then the next time the most of the travel is happening from ഒരു Jan to March ഒക്കെ. ദാറ്റ് ഈസ് ബിക്കോസ് നോർത്ത് ഇന്ത്യയിലെ മാരേജ് ടൈം ഇതൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അങ്ങനത്തെ ഇവൻറ്റ്സും നടക്കും അല്ലേ ഈ ഡെസ്റ്റിനേഷൻ വെഡിങ്സ് നടക്കും. പിന്നെ അത്യാവശ്യം വലിയ കമ്പനീസിൻ്റെ കോൺഫറൻസസ് ഒക്കെ നടക്കുന്നുണ്ട് മോൾഡീവ്സ്. അമ്മയ്ക്ക് ഏത് മാസം പോകണം? ഈ മാസം അത്ര പെട്ടെന്ന് കാണല്ലേ നമ്മുടെ കൈലാസ് മാനസറോവർ യാത്ര നിൽക്കണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് പോവാം. അല്ല അത് കഴിഞ്ഞിട്ട് പോവാം. അത് വരെ ഒന്ന് കുറച്ച് ഓക്കെ. നൗ വി ആർ ഡൺ വിത്ത് മാൽദീവ്സ്. ഇനി എന്തെങ്കിലും പറയാൻ മാൽദീവ്സിന്റെ സ്പെഷ്യാലിറ്റി? ഫുഡൊക്കെ എങ്ങനെയാ? ഫുഡ് യു ഗെറ്റ് ഇന്ത്യൻ ഫുഡ്. പിന്നെ നമ്മളൊരു റിസോർട്ടിൽ അവിടുത്തെ സ്പെഷ്യൽ ഫിഷ് ആയിരിക്കും അല്ലേ? ബേസിക്കലി ഫിഷ്, ബട്ട് വെജിറ്റേറിയൻസിന് സ്പേസ് ഉണ്ട്. everything because it's only buffet menu actually, and it's like they are all specialty restaurants ആണ്. ഇപ്പം ഇന്ത്യൻ സ്പെഷ്യാലിറ്റി ഉണ്ട്, ഓൾ ഓഫ് ദ വേൾഡ് ആൾക്കാർ വരുന്നേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ചൈനീസ് ട്രാവലേഴ്സ് ആയിരുന്നു ഇത്രയും കാലം. പക്ഷേ ഇപ്പം കുറച്ചായിട്ട് ഇന്ത്യൻസും ഉണ്ട്, UK ഉണ്ട്, അങ്ങനെയുള്ളത്. അപ്പോൾ സോ എവറി റിസോർട്ടിന് ബഫേ മെനുവിൽ എല്ലാം ഉണ്ടാവും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഉണ്ടാവും. നിങ്ങളൊരു ഓൾ ഇൻക്ലൂസീവ് പ്ലാൻ എന്ന് പറയും. ഓൾ ഇൻക്ലൂസീവ് പ്ലാൻ മീൻസ് ഇറ്റ്സ് ഇൻക്ലൂസീവ് ഓഫ് യുവർ ഫുഡ്, മോക്ടെയിൽസ് ആൻഡ് കോക്ടെയിൽസ്. പിന്നെ ചില റിസോർട്ട്സിൽ ഇറ്റ് വിൽ ബി ഇൻക്ലൂസീവ് ഓഫ് യുവർ വാട്ടർ സ്പോർട്സ് ഓൾസോ. അപ്പോൾ ആ മീൽ പ്ലാൻ എടുക്കുകയാണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു സ്പെൻഡ് എനിത്തിങ് എക്സ്ട്രാ അതർ ദാൻ സ്പാ റിലേറ്റഡ് ആക്ടിവിറ്റീസ്. അല്ലെങ്കിൽ ഇപ്പം ചില റിസോർട്ട്സിൽ അണ്ടർ വാട്ടർ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അണ്ടർ വാട്ടർ ഉണ്ടല്ലേ? അണ്ടർ വാട്ടർ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. എൻ്റെ അണ്ടർ വാട്ടർ മാൾഡീവ്സിലായിരുന്നു ഫസ്റ്റ് അണ്ടർ വാട്ടർ വില്ല വന്നിരുന്നു. സോ ദാറ്റ് ഈസ് ഓൾസോ ദേ, ബട്ട് ദാറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ്. ഓഫ് സീസണിൽ തന്നെ ദേ ചാർജ് അറൌണ്ട് 15 to 20 lakhs. 20 lakhs ഉണ്ട്. എനിക്ക് വേണ്ട, കുഴപ്പമില്ല, എനിക്ക് ഇരുന്നോട്ടെ. എനിക്ക് വേണ്ട.
പക്ഷേ ചില രണ്ട് മൂന്ന് റിസോർട്ട്സിൽ ദേവൻ അണ്ടർ വാട്ടർ റെസ്റ്റോറൻറ്റ് വാട്ടർ എവിടെയാ പോയെന്ന് ഓർമ്മയുണ്ടോ? ഉം. തായ്ലൻഡ്, ദുബായ്. ദുബായ്. ആ. മറ്റേ അറ്റ്ലാന്റിസിൽ. അറ്റ്ലാന്റിസ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് മാൽദീവ്സ് അല്ലേ. ഇനി എഗെയിൻ നിങ്ങൾ എന്നെ വീണ്ടും പോകാൻ പറഞ്ഞ് പ്രേരിപ്പിച്ച സ്ഥലമാണ് ശ്രീലങ്ക. അപ്പോൾ വൈ ശ്രീലങ്ക?